ഫ്രണ്ട്സ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള പേടി നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പരാജയപ്പെടാം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ എന്നെ കളിയാക്കില്ലേ, ചിരിക്കില്ലേ? അല്ലെങ്കിൽ എനിക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ മറ്റുള്ളവർ എന്നെ വിമർശിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ ചിരിക്കും എന്നുള്ളൊരു പേടി. അതുമൂലം പല സ്വപ്നങ്ങളും ഇന്ന് നിങ്ങൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടാകാം. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ഇങ്ങനെ പോയാൽ മതിയോ? ഒരിക്കലുമല്ല. നമുക്ക് എങ്ങനെ ഈ ഒരു പേടിയെ അതിജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കരുതുന്നത് നമ്മളെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല ഫ്രണ്ട്സ്. നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് എപ്പോഴും തിരക്കിലാണ്. നമ്മൾ കരുതുന്ന പോലെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് ഒട്ടും തന്നെ സമയമില്ല. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന അത്രയും മറ്റാരും തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ തന്നെ മനസ്സാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമർശനം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരിടത്തും പോയി സംസാരിക്കാതിരിക്കുക, ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. നമ്മുടെ കഴിവുകൾ എന്താണോ അതിന്മേൽ നമ്മൾ ഒരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും വിമർശനം കേൾക്കേണ്ടി വരില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണോ ഗൈസ്? നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ അവസരങ്ങളെ തേടിപ്പിടിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമ്മൾ വളരുന്നുണ്ടെങ്കിൽ വിമർശനം ഉണ്ടായിരിക്കും, അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഞാൻ പല രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനവിടെ വളരെ കൂളായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ തിരിച്ചൊരു മറുവാക്ക് പോലും പറയാൻ പോകാറില്ല. കാരണം ഞാൻ എന്താണ് ചെയ്യുന്നുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അങ്ങനെയുള്ളിടത്ത് വിമർശനങ്ങൾ നമ്മൾ വളർത്തുകയുള്ളൂ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാലത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ റിഗ്രഷൻ എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പെർഫോം ചെയ്തു, അത് കണ്ട് മറ്റുള്ളവർ 2 ദിവസം ചിരിച്ചേക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച നമ്മളെക്കുറിച്ച് സംസാരിച്ചേക്കാം. വീണ്ടും അവർ അവരവരുടെ ജീവിതത്തിലേക്ക് തിരികെ പോകാം, അല്ലെങ്കിൽ ആരെ കളിയാക്കണം എന്നുള്ള രീതിയിൽ അവർ മറ്റുള്ളവരെ തെരഞ്ഞു പിടിച്ചു പോകുന്നുണ്ടാകാം. എന്നാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ്? നമ്മുടെ ഒരു സ്വപ്നം നമുക്ക് നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ദീർഘകാലം അല്ലെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ റിഗ്രഷൻ അനുഭവിക്കേണ്ടി വരും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കോൺഫിഡൻസ് വന്നോട്ടെ, ഞാൻ അതിനുശേഷം പെർഫോം ചെയ്യാം. ഞാൻ ബാത്റൂമിൽ നല്ല രീതിയിൽ പാടാറുണ്ട്, പേരൻസിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാറുണ്ട്, വൈഫിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യാറുണ്ട്. പക്ഷേ പൊതുവേദിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലേക്കോ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവസരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര മടിയാണ്. കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഒന്ന് വന്നോട്ടെ, ഞാൻ ആക്ഷൻ എടുത്തോളാം. ഫ്രണ്ട്സ്, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം നമുക്ക് ഈ കോൺഫിഡൻസ് വരുന്നത് നമ്മൾ ഏതെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ്. ആക്ഷൻസ് എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ആദ്യമായി പാടുന്ന പാട്ട് ഒരിക്കലും പെർഫെക്റ്റ് ആകണമെന്നില്ല. ഇനി നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മളൊരു പ്രസംഗം നടത്തുന്നു, ആദ്യത്തെ പ്രസംഗം ഒരിക്കലും അത് പെർഫെക്റ്റ് ആകണമെന്നില്ല. പിന്നെയോ ഒരു ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ, ആ പ്രസംഗം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പാട്ട് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. വീണ്ടും ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വീണ്ടും കോൺഫിഡൻസ് വരും. അങ്ങനെ തുടരെ തുടരെ നമ്മൾ ആക്ഷൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ശ്രദ്ധ മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരടി മുന്നോട്ട് പോകുവാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും ആ ഒരു കംഫർട്ട് സോണിലായിരിക്കും. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ എൻകറേജ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാം എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കണോ, അതോ നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമോ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇനി നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ ജീവിതം ജീവിക്കാൻ പോകുന്നില്ല. പിന്നെയോ നമ്മുടെ ജീവിതം ജീവിക്കാൻ പോകുന്നത് ആരാണ്? നമ്മൾ മാത്രമാണ്.
അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ശബ്ദത്തെ കുറച്ച് കേൾക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ശബ്ദത്തെ നല്ല രീതിയിൽ കേൾക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിവിടെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടി വന്നവരല്ല, അസാധാരണമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ മുകളിൽ പറഞ്ഞ ഈ 3-4 സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആക്ഷൻസ് ഓരോ ദിവസവും എടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നു മുതൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ അല്ലേ?